ഹലോ ഗായ്സ്, അപ്പോൾ നാട്ടിലെ മഴയൊക്കെ എങ്ങനെയുണ്ട്? അപ്പോൾ മഴയില്ലാത്തൊരു ദിവസം നമ്മളൊന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ്. അപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് ഫുഡ് കഴിക്കണമല്ലോ, എന്നാലല്ലേ ഒന്ന് ഉഷാറാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു. ഊണാണ് കേട്ടോ കഴിച്ചത്. പിന്നെ ഒരു കണവ റോസ്റ്റും അതേപോലെ തന്നെ എന്തോ ഒരു ഫിഷും ഫ്രൈയും മേടിച്ചായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസം ആയതുകൊണ്ട് അത് മറന്നുപോയി. ഇപ്പോൾ ഒരാഴ്ചയായി വീഡിയോ എടുത്തിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നത് താന്നി ബീച്ചിലോട്ടാണ്. ഒരു യാത്രയായി പദയാത്രയായി. അപ്പോൾ നമ്മളൊരു യാത്രയിലാണല്ലോ, അപ്പോൾ യാത്രയെക്കുറിച്ച് തന്നെ ഒരു പാട്ട് പാടിയതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഉറപ്പായിട്ട് മറക്കരുത്. പിന്നെ നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. എനിക്കെന്തോ ഭയങ്കര ഒരു സ്വർഗ്ഗത്തിലൊക്കെ എത്തിയ ഫീലില്ലേ, അതാണ്. വെറുതെ പറയാതെ നിങ്ങൾ വിചാരിക്കുകയും ചെയ്യരുത്. കാരണം ഇവിടെ വരുന്നവരെന്തായാലും പെട്ടെന്ന് തന്നെ ഈ ഒരു സ്ഥലം മറക്കാൻ ചാൻസ് ചെയ്യില്ല. കാരണം അമ്മാതിരി അടിപൊളി ഒരു സ്ഥലമാണ്. ഇവിടെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഉള്ളവരുടെയൊക്കെ എന്ത് ഭാഗ്യമാണ്. കാരണം ഓരോ സൈഡിലോട്ട് പോകുമ്പോൾ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലോട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നമ്മൾ വന്നത് ഉള്ളിലോട്ട് കുറച്ചുകൂടെ അകത്തോട്ട് കയറി വരണമായിരുന്നു. അങ്ങനെ വന്നതാണ് ഈ ഒരു സ്ഥലത്ത്. ഇവിടെ വന്നതുകൊണ്ട് ഒരു കാര്യം എന്തായാലും പറ്റി. കാരണം എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ള് പോയി. കാരണം ഞാൻ ഫുള്ള് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എടുത്തിട്ട് എനിക്ക് തീരുന്നില്ല. അത് അമ്മാതിരി അടിപൊളി സ്ഥലം. ഈ ഒരു ബീച്ച് വന്ന് അകത്തോട്ട് പോയിട്ട് അവിടെ ഒരു കനാല് പോലെ പോയിട്ട് ഒരു കായലിലോട്ട് ചേരുന്ന ഒരു ഭാഗമാണ് കേട്ടോ ഞാൻ ആദ്യമേ കാണിച്ചത്. കനാലെന്നാണോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. എനിക്ക് എങ്ങനെ അത് പറയണേന്ന് അറിയില്ല, അതുകൊണ്ടാണ്. പിന്നെ അതേ ഞങ്ങൾ കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. അതിൻ്റെ ഇടയിൽ എൻ്റെ കമ്മലിൻ്റെ ഒരെണ്ണം മിസ്സായി. അത് കുറേ നേരം കഴിഞ്ഞിട്ടാണ് കണ്ടത് പോലും. എന്തെങ്കിലും കൊല്ലത്ത് കാണാൻ പറ്റുന്ന അടിപൊളി സ്പോട്ട് ഉണ്ടോ എന്ന് വേറെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് പറയുന്ന ഈ ഒരു പേരായിരിക്കും കേട്ടോ, താന്നി ബീച്ച്. താന്നി ബീച്ച് എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത്. ഇതിന് വേറെ എന്തോ ഒരു പേരും കൂടെ പറയും കേട്ടോ. ഞങ്ങൾ ചെന്ന സമയത്ത് അത്യാവശ്യം മഴക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആ മേഘങ്ങൾ നിൽക്കുന്നതാണ് തന്നെ നല്ല രസമായിരുന്നു കേട്ടോ. ആ ഫോട്ടോസിനകത്ത് ഞാൻ കാണിക്കാതെ എടുത്ത് പറയും. ഫോട്ടോസ് ആകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ക്ലിയർ ആയിട്ട് മേഘങ്ങൾ ഇങ്ങനെ കാണിക്കും കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അത് ഞങ്ങൾ കുറേ വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. ഞാനിവിടെ ആദ്യമാണ് വരുന്നത്. അപ്പോൾ വിച്ചു ഒരു തവണ വന്നിട്ടുണ്ട്. അപ്പം വന്ന സമയത്ത് ഈ കടലിനുള്ളിലെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തെളിഞ്ഞ് കാണാമായിരുന്നെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ആ ഒരു ഇതില്ല. പക്ഷേ അപ്പോൾ ഞങ്ങൾ പറയുകയും ചെയ്തെങ്കിൽ നമുക്ക് അതാവുന്നവരെ വെയിറ്റ് ചെയ്യാം, കുറച്ച് നേരം നിന്ന് അത് കണ്ടിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിരുന്നപ്പോഴാണ് നല്ല 8ൻ്റെ ഒരു പണി കിട്ടിയത്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഒരു കണ്ടെയ്നർ കടലിൽ മറിഞ്ഞൊരു സംഭവം ഉണ്ടായല്ലോ, അതിൻ്റെ ആ സാധനമൊക്കെ ഇവിടെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അതായത് ഞങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഈ എൻ്റെ വീഡിയോസിനെ കുറിച്ച് എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ഞാൻ എന്തായാലും എൻ്റെ വീഡിയോസിനെ സംബന്ധിച്ചിട്ടുള്ള എന്ത് കാര്യങ്ങളാണെങ്കിലും ഞാൻ നിങ്ങൾ പറയുന്നത് ഫോളോ ചെയ്യാൻ മാക്സിമം ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ സ്ക്വിഡിൻ്റെ നട്ടൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല കട്ടിയൊക്കെ ഉള്ള ഒരു സംഭവമായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോഴത്തേക്കും അത്യാവശ്യം എന്നല്ല, നമ്മുടെ ഇടുപ്പ് വരെ നീളമുള്ളൊരു തിരമാല വന്ന് അടിച്ചങ്ങ് കയറി. ഞങ്ങൾ കുറച്ച് നേരം നിൽക്കാമെന്നൊക്കെ പ്രതീക്ഷയാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഈ വെള്ളവും മണലൊക്കെ ചേർന്നിട്ടുള്ള വെള്ളമാകുമ്പോൾ നമുക്ക് അങ്ങനെ അധിക നേരം അതും ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നമുക്ക് നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ വിചാരിച്ചു ഇനിയിപ്പം അധിക നേരം നിൽക്കേണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ. ഇവിടെ വരുന്നവർ മാക്സിമം ഇറങ്ങാതിരിക്കും. കാരണം ഞങ്ങൾ നടന്ന് വന്ന ഒരു ഭാഗം വരെയാണ് വെള്ളം കയറിയിരിക്കുന്നത് കേട്ടോ. കടലിൻ്റെ കാര്യമായതുകൊണ്ട് പറയാൻ പറ്റത്തില്ല. ഇതിൻ്റെയൊക്കെ സ്വഭാവം എപ്പോഴാണ് മാറുന്നതെന്ന് നമുക്ക് പറയാനേ പറ്റത്തില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഈ ഒരു സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ കടലിൽ നിന്ന് കിട്ടുന്ന ഒരു സംഭവമാണ്. ഇതിൽ പണ്ട് കളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ അതേപോലെ തന്നെ അപ്പൂപ്പൻ താടിയുടെ ചെറിയ ഇതുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിറച്ചു അപ്പൂപ്പൻ താടികളുണ്ടായിരുന്നു. നമ്മുടെ കാപ്പിൽ ബീച്ചിലാണെങ്കിൽ അപ്പുറത്തെ കടലും ഇപ്പുറത്തെ കായലുമാണ് കേട്ടോ. പക്ഷേ ഇതുപോലൊരു സ്ഥലം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഒരു തവണയെങ്കിലും വരാൻ ശ്രമിക്കുക. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി പകുതി എത്തിയപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു കേട്ടോ, നല്ല മഴയായിരുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.